Hello, hi, dear friends. നമ്മൾ ലോക്ക്ഡൗൺ ഡേയ്സിലാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് വളരെ ആവശ്യമുള്ള ലോക്ക്ഡൗൺ ആണ്. ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോക്ക്ഡൗൺ തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, റിസ്ക് എടുത്ത് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ, നഴ്സുമാർ, പിന്നെ ഡോക്ടേഴ്സ്, അങ്ങനെ സന്നദ്ധ സംഘടനയിലുള്ള ആൾക്കാർ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ നമുക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും ഈ മഹാമാരിയെ എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് പിടിച്ചു കെട്ടാൻ പറ്റുമോ എന്ന് നമുക്ക് മാക്സിമം നോക്കാം. സ്വയം സുരക്ഷിതരാവുക, അതോടൊപ്പം മറ്റുള്ളവരെയും സുരക്ഷിതരാക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് ലോക്ക്ഡൗൺ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പീസാണ് ഞാനിപ്പോൾ കൂടുതലും കാണിക്കുന്നത്. സിമ്പിൾ, നമുക്ക് കിട്ടുന്ന ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഒരു ലോക്ക്ഡൗൺ സ്നാക്കായാലും. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമുള്ളതായിട്ടുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആണെങ്കിലും അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും നമ്മുടെ വീടുകളിലെല്ലാം കുട്ടികൾക്ക് വേണ്ടി എപ്പോഴും സ്റ്റോക്ക് ചെയ്യുന്നൊരു കാര്യമാണ് മാഗിയുടെയൊക്കെ നൂഡിൽസ്, 2 മിനിറ്റ് നൂഡിൽസോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ മാഗി കമ്പനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കമ്പനി എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നൂഡിൽ വെച്ചിട്ടൊരു ബജി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനെ നൂഡിൽ ബജി എന്ന് വിളിക്കണമെങ്കിൽ അങ്ങനെ ആകാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്കോറാസ് എന്ന് പറയാൻ പറ്റില്ല, അത് ക്രിസ്പി അല്ല, നമുക്കൊരു ബജി എന്ന് തന്നെ പറയാം. ഓക്കെ, ക്രിസ്പി സ്റ്റൈലല്ല ചെയ്യുന്നത്. ആദ്യം എന്താ വേണ്ടത്, നമുക്ക് നൂഡിൽ വേവിച്ചെടുക്കാം. ഓക്കെ, സാധാരണ നമ്മളൊരു 2 മിനിറ്റ് നൂഡിലൊക്കെ എങ്ങനെ വേവിക്കുന്നത് അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതൊരു മാഗിയുടെ പരസ്യമല്ല, പക്ഷേ മാഗി നൂഡിൽസാണ് നമുക്ക് ഏറ്റവും ഈസിലി കിട്ടുന്നത്. അതുപോലെ തന്നെ സിമിലറായിട്ട് മസാലയോട് കൂടി വരുന്ന ഏതെങ്കിലും ഒരു നൂഡിലെടുക്കുക. ഓക്കെ, പല പല ബ്രാൻഡ്സ് ഉണ്ടല്ലോ, അതാണെങ്കിലും കുഴപ്പമില്ല. ഇനി അല്ലാണ്ട് പാക്കറ്റിൽ വരുന്ന നൂഡിലാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അതിനകത്ത് മസാല ഉണ്ടാവില്ല. ഇതാകുമ്പോൾ മസാലയും കൂടി ചേർന്ന് വരുന്നതാണ്. ഒരു 3/4 കപ്പോളം വെള്ളം, വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം. ഈ മാഗിയുടെ ഉണ്ട്, ടോപ്പ് റമൺ ഉണ്ട്, അങ്ങനെ കുറേ ബ്രാൻഡ്സ് ഉണ്ടല്ലോ. ഇനി ഇതല്ല, ഇതിനകത്തൊരു പാക്കറ്റിൽ ചെറിയ മസാല വരുമല്ലോ, അതുകൊണ്ടാണ്. അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന എഗ് നൂഡിൽസ് ആണെങ്കിൽ അതിനകത്ത് മസാലയ്ക്ക് സ്പെഷ്യൽ മസാല ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ ക്യൂബ്സൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ. ചിക്കൻ ക്യൂബ്സോ വെജിറ്റബിൾ ക്യൂബ്സോ പ്രോൺ ക്യൂബ്സോ അതിലേതെങ്കിലും ചേർത്താൽ മതി. ഇതിലിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇത് മാത്രം മതി ഈ മസാല. ഓക്കെ, നമ്മളിപ്പോൾ സിംഗിൾ പീസാണ് വേണ്ടത്. ഇതിപ്പോൾ ഡബിൾ ഉള്ളതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, അതിൻ്റെ ഞാൻ പകുതി എടുക്കുന്നുള്ളൂ. ഇത് വെള്ളം തിളച്ചു. അപ്പോൾ 3/4 കപ്പ് വെള്ളം, അതിൽ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട്. ഓക്കെ, ഇതേ പൊട്ടിച്ചിടുന്നു. ഇങ്ങനെയാണല്ലോ സാധാരണ നമ്മൾ മാഗി നൂഡിൽസ് ഉണ്ടാക്കുന്നത്, ഇതെല്ലാവർക്കും അറിയണ കാര്യമാണ്. വെള്ളം വറ്റിച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ഇതിനകത്ത് മസാലയും കൂടി ചേർക്കാം. മസാല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ആ പാക്കറ്റിനകത്ത് തന്നെ ഉണ്ടാവും, ഒരു പാക്കറ്റ്. ഓക്കെ, ഇത് നല്ല സോൾട്ടിയാണ്. ഇനി വേറെ ഉപ്പൊന്നും ചേർക്കേണ്ടി വരില്ല, അത്രയ്ക്ക് സോൾട്ടിയാണ്. അപ്പോൾ ഈ മസാല ഇല്ല, സാധാരണ നൂഡിൽസാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ക്യൂബ് ഇടുക, പ്രോൺ ക്യൂബ്സോ ചിക്കൻ ക്യൂബ്സോ വെജിറ്റബിൾ ക്യൂബ്സോ എന്തെങ്കിലും. ഓക്കെ, അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാകും. ഓക്കെ, നൂഡിൽ പാകത്തിന് വെന്ത് കഴിഞ്ഞു. ഇനി ഇച്ചിരി വെള്ളം കൊണ്ട് പറ്റാൻ അതിപ്പോൾ തന്നെ റെഡിയാകും. ഓക്കെ, ഇത് തണുക്കാനായിട്ട് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നൂഡിൽസ് റെഡി, ഒരു സൈഡിലിരിക്കട്ടെ, അത് തണുക്കട്ടെ. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്നരിയാം. ഓക്കെ, ഫാസ്റ്റായിട്ട്. കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞ് വെക്കാം. ഇത് ഫ്രഷ് മല്ലിയില, അല്ലാണ്ട് ഞാൻ കുറച്ച് ഡ്രൈഡ് മല്ലിയിലയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാവേ. നെക്സ്റ്റ്, അരിയലെല്ലാം കഴിഞ്ഞു. ഓൾ അരിയൽസ് ഓവർ. നൂഡിൽസ് ഒരു സൈഡിലുണ്ട്. ഇനി പ്രധാനമായിട്ട് മിക്സിംഗ് ആണ്. ഓക്കെ, ഇതൊരു നൂഡിൽസ് ബജി, ഒരു അടിപൊളി സ്നാക്ക്. ഒരു ബൗളിലോട്ട് ഞാൻ കാര്യങ്ങൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോണത്, ഒരു 1/2 കപ്പ് കോൺഫ്ലവർ, അതുപോലെ 1/2 കപ്പ് മൈദ മാവ്. ഇത് 1 കപ്പിൻ്റെ പകുതിയേ ഉള്ളൂ കേട്ടോ. ഇത് രണ്ടും കൂടി ഒന്നിച്ചാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊരു ബാറ്റർ തയ്യാറാക്കും. ഇത് മൈദ മാവ് 1/2 കപ്പ്, 1/2 കപ്പ് കോൺഫ്ലവർ. അതാദ്യം ഇച്ചിരി മുട്ട ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു മുട്ട ഉപയോഗിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗം വിട്ടേക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒരു മുട്ടയും കൂടി ഞാൻ ചേർക്കും. ഇനി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞത് ഒരു 1/2 ടേബിൾ സ്പൂൺ മതി, അതായത് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ മതിയാകും. അതിൻ്റെ ഡബിളാണ് ഇഞ്ചി ചേർത്തത്.
പിന്നെ പച്ചമുളക് 2-3 ചെറുത് നമ്മളുടെ എരിവിനനുസരിച്ചിട്ട്. പിന്നെ ഇച്ചിരി മല്ലിയില ആവശ്യാനുസരണം ഇച്ചിരി കൂടുതലിരിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇത് നമ്മളുടെ ഡ്രൈഡ് മല്ലിയിലയാണ്. ഇത് ഞാൻ ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇച്ചിരി ഉണങ്ങിയ നല്ല മണമാണ്. ഉണങ്ങിയ മല്ലിയിലയും കൂടെ ഇരിക്കട്ടെ. നല്ല രസമുണ്ട്. കളറൊന്നും മാറാത്ത രീതിയിലാണ് ഉണങ്ങിയിരിക്കുന്നത്. ഇനി ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്യണം. അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടൈറ്റായിട്ടാണ് കുഴയ്ക്കേണ്ടത്, ഒരുപാട് ലൂസായിട്ടല്ല. കട്ടിയുള്ളൊരു ഡോ. ഇതിപ്പോൾ ഞാൻ 1/4 കപ്പ് വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ആദ്യം ചേർക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി എടുക്കാം. കാണുന്നുണ്ടല്ലോ, ഈ രീതിയിലാണ് നമ്മൾ ആദ്യം മാവ് കുഴയ്ക്കുന്നത്. ഇച്ചിരി ടൈറ്റായിട്ടുള്ള ഡോ പോലെ, ലൂസ് ബാറ്ററല്ല ഈ ഒരു സമയത്ത്. ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല. ഉപ്പും കുരുമുളക് പൊടിയൊക്കെ നമ്മൾ കുരുമുളക് പൊടി ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി എത്ര വേണം അതനുസരിച്ചിട്ട് ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം. ഇതിപ്പോൾ 1/2 ടീസ്പൂൺ ചേർത്തു. ഓക്കെ, നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ്. നോക്കിയേ, നല്ല ടൈറ്റായി. അതിൻ്റെ വെള്ളമെല്ലാം വറ്റി. ഇച്ചിരി വെള്ളത്തോടു കൂടിയാണ് മാറ്റി വെച്ച്. അത് പക്ഷേ അതിൽ ഡ്രൈ ആ തണുക്കുന്ന സമയം അതിലേക്ക് ഇങ്ങനെ പിടിച്ച് ഡ്രൈ ആകും. ആ ഒരു പാക്കറ്റ് കംപ്ലീറ്റ്. ഇനി കൈ കൊണ്ട് നന്നായിട്ട് കുഴയ്ക്കും. ഈ കൈ ഒന്ന് കഴുകിയിട്ട് വരാം. നിങ്ങൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. ഓരോ പ്രാവശ്യം ഞാൻ കൈ കൊണ്ട് ഇളക്കുന്ന കാര്യങ്ങൾ വരുവാണെങ്കിൽ അതിന് മുന്നേ കൈ ഒന്ന് കഴുകും. നമ്മളെപ്പോഴും പേഴ്സണൽ ഹൈജീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, പാചകത്തിൽ പ്രത്യേകിച്ചും. ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ കൈ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോകണം. അതിന് മുന്നേ ഒരു കാര്യം കൂടി ചെയ്യാം. അടുപ്പ് കത്തിക്കാം. ഇത് വറുക്കണ്ടേ, അപ്പോൾ ഇച്ചിരി എണ്ണ ചൂടാക്കാനായിട്ട് വെക്കുകയും ചെയ്യാം. വറുക്കാൻ ആവശ്യമായ എണ്ണ. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്, വറുത്ത് കോരുകയാണല്ലോ. ഇത് പാത്രം ഇച്ചിരി വലുതായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എണ്ണ ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ചെറിയ പാത്രമാണെങ്കിൽ അത്രയും കുറച്ച് എണ്ണ മതിയാകും. പക്ഷേ കൂടുതൽ സമയമെടുത്ത് ചെയ്യണം, അത്രേ ഉള്ളൂ. കൂടുതൽ സമയമെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഇതിപ്പോൾ എനിക്ക് കൂടുതൽ നമ്പർ ഓഫ് പക്കോറാസ് അല്ലെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് ബജീസ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടി ചെറിയ പാത്രമാണെങ്കിൽ നമ്മളിപ്പോൾ ഇതിലൊരു 10-15 എണ്ണം ഒരേ സമയം ഉണ്ടാക്കുകയാണെങ്കിൽ അതിലൊരു 5 എണ്ണം ആയിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഒരു 2-3 പ്രാവശ്യമായിട്ട് കൂടുതൽ വറുത്തെടുക്കണം എന്നേ ഉള്ളൂ. 2-3 ടൈംസ് ആയിട്ട്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, കഴിച്ചു തുടങ്ങാം. ഒരല്പം ഉപ്പ് വേണ്ടി വരും. ഈ മാഗിയിലുള്ള നമ്മുടെ നൂഡിൽസിൽ ഉപ്പുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇടാത്തെ. നോക്കിയിട്ടിടാമെന്ന് വിചാരിച്ചു. ഒരല്പം ഉപ്പ് ചേർക്കാം. ഇത്ര വേണ്ടി വരും. ഓക്കെ, ഇതിൽ നിന്നുമാണ് നമ്മൾ ചെറിയ ചെറിയ ബോൾ പോലെ ആക്കിയിട്ട് എണ്ണയിലിങ്ങനെ ഇടും. ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ 1/4 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു. പിന്നെ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടാകും, അത്രേ ഉള്ളൂ. 1/2 കപ്പൊന്നും ഒഴിച്ചിട്ടില്ല. ഒരുപാട് ബാറ്റർ ലൂസായി ആദ്യമേ നമ്മൾ ആ ഒരു ഡോ ഉണ്ടാക്കുമ്പോൾ ലൂസായാൽ ആ നൂഡിലും കൂടി ചേർന്ന് വരുമ്പോൾ ഭയങ്കര ലൂസായി പോകും. അതുകൊണ്ടാണ് കേട്ടോ. എണ്ണ ചൂടാകുന്ന താമസം, അത്രേ ഉള്ളൂ. ചൂടായി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഉരുളകൾ പോലെ ഇങ്ങനെ പിച്ചി എടുത്തിടാം, അല്ലെങ്കിൽ ഷേപ്പ് ചെയ്തിടാം. ഓക്കെ, എണ്ണ ഈസ് റെഡി. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി ഞാൻ കൈ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി കൈ കഴുകി, കയ്യിലെല്ലാം മാവായിരുന്നു. ഇനി ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ട്. കൈ ഒന്ന് ചെറുതായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇതേ നോക്കിക്കോളൂ. ഇതിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ എടുക്കുക, ചെറിയ ബോൾ പോലെ. ഈ രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ സൈസൊക്കെ നമുക്ക് തീരുമാനിക്കാം, എത്ര സൈസുള്ള ബോളാണ് ഉണ്ടാക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ആദ്യം ഇട്ട ഭാഗം ശരിയായി വരണുണ്ട്. മൂപ്പനുസരിച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നോക്കാം. ഓക്കെ, ഇത് ഭയങ്കര ടേസ്റ്റാണ്. യമ്മിയാണ്.
എന്തായാലും നമ്മളുടെ നൂഡിൽസ് ബാജി, അടിപൊളി പേരല്ലേ, നൂഡിൽസ് ബജി. എങ്ങനെയുണ്ട്? നല്ലതാണ്. ഓക്കെ, ഓരോന്നിൻ്റെയും മൂപ്പനുസരിച്ച് നമുക്ക് എടുക്കാമല്ലോ. ഇത് ആദ്യം ഇട്ടതാണ് ഈ ഭാഗമൊക്കെ, ഇച്ചിരി കൂടെ ഒന്നായിക്കോട്ടെ. അപ്പോൾ പുറമേ നല്ല കരുകരുപ്പും ഉള്ളിൽ കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് എടുത്ത് തുടങ്ങാം. ഓക്കെ, പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഉള്ളിവടയുടെ ലുക്കാണ്, പക്ഷേ ഉള്ളിവടയല്ല. ഞാൻ പറഞ്ഞല്ലോ, പുറമേ നല്ല കരുകരുപ്പ്, ഉള്ളിൽ സോഫ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ലോട്ട് എടുത്തു കഴിഞ്ഞു. ഇനി ബാക്കി ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ലോക്ക്ഡൗൺ സ്പെഷ്യൽ സ്നാക്ക്. നല്ല മണം, ഇതിങ്ങനെ വറുത്തുകൊണ്ടേയിരിക്കുമ്പോൾ സ്പെഷ്യൽ മണമാണ്. അപ്പോൾ ഏതാണ്ട് കംപ്ലീറ്റായി. ഓക്കെ, അപ്പോൾ ഇട്ട ക്രമം അനുസരിച്ച് നമ്മളിങ്ങനെ ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക. അതാണ് അതിൻ്റെ ഒരു രീതി. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി അല്ലേ, ഒരു ചെറിയ പാക്കറ്റാണ് നമ്മൾ നൂഡിൽസിൻ്റെ, ഒരു സ്മോൾ പാക്കറ്റ്. കുറച്ച് കാര്യം. അപ്പോൾ 3, 4, 5, 6, 7, 8, 9, 10, 18 നൂഡിൽസ് ബജീസ് ഇവിടെ റെഡിയാണ്. ഇതിനെ നൂഡിൽ ബജി എന്ന് വിളിക്കാം, നൂഡിൽ ബോണ്ട എന്ന് വിളിക്കാം, എന്ത് വേണമെങ്കിലും വിളിക്കാം. പിന്നെ ഇത് ഞാൻ ഈ സൈസ് എടുത്ത്, ഇതിനേക്കാട്ടിലും ചെറുതായിട്ട് എടുക്കുകയാണെങ്കിൽ 20, 25 ഒക്കെ ആയിട്ടെടുക്കാം. 25 എന്നൊക്കെ പറയുമ്പോൾ തീരെ ചെറുതായിരിക്കും. അപ്പോൾ അത് പക്കോറാസ് പോലെയാകും, കുറച്ചുകൂടെ അകത്തും ക്രിസ്പി ആയി മാറും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പിച്ചി 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 ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാം. കൂട്ടത്തിൽ ഒരല്പം അരിപ്പൊടിയും കൂടെ ചേർത്താൽ മതി. ഈ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട്, ഇംപ്രവൈസേഷൻസ് എങ്ങനെയും ആകാം. കുറച്ച് അരിപ്പൊടി ചേർക്കാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ചോപ്ഡ് ഗ്രീൻ ചില്ലീസിന്, പച്ചമുളകിന് പകരം കുറച്ച് വറ്റൽമുളകിൻ്റെ തരി, ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സ് അതിടാം. അപ്പോൾ ഒരു മാറ്റമല്ലേ. പിന്നെ ഇതിൽ ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്, പക്ഷേ ഇഞ്ചിയുടെ നേർ പകുതിയാണ്. വെളുത്തുള്ളിയുടെ സ്വാദ് ഇഷ്ടമാണ്, അത് പ്രത്യേക രുചിയാണ്. അതില്ലാന്നുണ്ടെങ്കിൽ, അത് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണമൊന്നുമില്ല. പച്ചമുളകിന് പകരം ഇപ്പോൾ കുരുമുളക് പൊടിയും ചേർത്തു. അതിന് പകരം ഈ രണ്ടിനും പകരം വേണമെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സ് ആയാലും മതി. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. എപ്പോഴും നമ്മൾ ഒരു റെസിപ്പി കിട്ടിക്കഴിഞ്ഞാലും അതിൽ ചെറിയ അതായത് ബേസിക് റെസിപ്പി മാറ്റാണ്ട് അതിൽ ഇംപ്രവൈസേഷൻസ് ചെയ്താൽ റിസൾട്ട് ഓക്കെയാണ്. കാര്യം ഇതൊക്കെ ചെറിയ മാറ്റങ്ങളാണ്. ഇതിൻ്റെ ടോട്ടാലിറ്റിയിലുള്ള മാറ്റങ്ങൾ ചെയ്യാണ്ടിരുന്നാൽ മതി. ഇപ്പോൾ മാവിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ നമ്മൾ കുറച്ചല്ലേ, ഇപ്പോൾ അരക്കപ്പാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഒരു അരിപ്പൊടിയും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എല്ലാത്തിനും 1/4 കപ്പായിട്ട് മാറ്റണം. അല്ലെങ്കിൽ ഒരെണ്ണത്തിന് 1/2 കപ്പ് കോൺഫ്ലോർ തന്നെ ഇരുന്നോട്ടെ, മൈദ മാവ് 1/4 കപ്പും 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർക്കുക. അല്ലെങ്കിൽ ഇത് മൂന്നിനെയും കൂടെ ഒരു 2 കൂടെ ചേർത്ത് 1 കപ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 3 കാര്യങ്ങൾ ചേർക്കുമ്പോൾ ആ 3 കൂടി ചേർത്ത് 1 കപ്പേ വരാവുള്ളൂ, അരിപ്പൊടി എക്സ്ട്രാ ചേർക്കുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാനിങ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നോക്കിയാൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ഒരു സൈഡിൽ നിന്ന് എടുത്തോടാം. ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കഴിച്ചു തുടങ്ങണം. അപ്പോൾ കറക്റ്റായിരിക്കും. ചൂടായിട്ട് കൊടുക്കാം, കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാം, വീട്ടിലെല്ലാവർക്കും ഇഷ്ടവും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഒരു 18 എണ്ണം ഉണ്ട്. 18 ഫിനിഷ്ഡ്. ഇത് എളുപ്പത്തിൽ ഒരു 10 മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് നമ്മളുടെ നൂഡിൽ ബജി. നമുക്ക് ഇഷ്ടമുള്ള പേര് ഇട്ടോളൂ, നൂഡിൽ ബജിന്നോ നൂഡിൽ ബോണ്ടാന്നോ എന്താണ് ഇട്ടുള്ളൂ. ഓക്കെ, ഒരു ചെറു ചൂടോടുകൂടി, ഒരുപാട് ചൂടോടെ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ചൂടോടുകൂടി കഴിക്കുന്നതായിരിക്കും നല്ല. ഇതിൻ്റെ കോമ്പിനേഷൻ ടൊമാറ്റോ കെച്ചപ്പ് ഓർ ടൊമാറ്റോ സോസ്, അത് മതി. ഇനി ഒരെണ്ണം എടുത്താലോ? ഇത് അത്യാവശ്യം നല്ല ചൂടുണ്ട്. ആഹാ, ഇതിപ്പോൾ എടുത്താണ്. അയ്യോ, ഇത് ഭയങ്കര ചൂടാണ്. ഓക്കെ, ഉള്ളിലേക്ക് അയച്ച അകത്ത് സോഫ്റ്റാണ്, പുറമേ നല്ല കരികരും. ആ നൂഡിൽസ് വിത്ത് ദ മസാല, ഇറ്റ്സ് വെരി ടേസ്റ്റി. ഭയങ്കര ആവി പറക്കുന്ന ബജി. എൻ്റെ ആവുള്ളൂല്ലോ. വെരി ടേസ്റ്റി, രക്ഷയില്ല.
ഞാനിപ്പോൾ സോസൊന്നും ഇല്ലാണ്ട് കഴിക്കുകയാണ്. നിങ്ങൾ സോസ് മുക്കി കഴിക്കണം. എൻ്റെ ദൈവം എന്തുമാത്രം സ്റ്റീമാണ് ഇങ്ങനെ എസ്കേപ്പ് ചെയ്ത് പോകുന്നത്. ചൂട് 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 ബജി. നല്ലൊരു 4 മണി പലഹാരം. അത്യാവശ്യം സ്പൈസിയാണ്. ഇടയ്ക്ക് പച്ചമുളക്, ഇഞ്ചി, മല്ലിയില എല്ലാം കിട്ടുന്നുണ്ട്, വെളുത്തുള്ളി. ഇനിയും കഴിക്കാൻ തോന്നുന്നു സത്യം പറഞ്ഞാൽ. വേണ്ട, മതിയാക്കുന്നു. അങ്ങനെ നമ്മളുടെ അടിപൊളി ലോക്ക്ഡൗൺ സ്പെഷ്യൽ 4 മണി പലഹാരം 10 മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റും. 10 അല്ലെങ്കിൽ മാക്സിമം 15 മിനിറ്റ്സ് ഉണ്ടാക്കുന്നതും എല്ലാം കൂടി ചേർത്തിട്ട്. ഓക്കെ, പക്ഷേ 10 മിനിറ്റിലേ കഴിച്ചു തുടങ്ങാം. കാര്യം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കഴിച്ചു തുടങ്ങാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, ഇഷ്ടപ്പെടുന്നു തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു ലൈക്ക്, കമൻറ്റ് ഒക്കെ തരണം. ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ എന്താ പറയുക, ഇതുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഡെഫിനറ്റ്ലി തരണം. അതും ഞാൻ കാത്തിരിക്കുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നമ്മുടെ ഈ വീഡിയോയുടെ ലിങ്കും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. പിന്നെ എന്താ പറയേണ്ടത്, ആദ്യമായിട്ടാണ് ഈ നമ്മളുടെ LN വ്ളോഗ്സ് എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ബെൽ ഐക്കണും പ്രസ് ചെയ്യണം. അതുകൂടെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളുടെ LN വ്ളോഗ്സ് എന്നുള്ള ഈ ഒരു കുറേ നല്ല ആൾക്കാരുള്ള ഒരു യൂട്യൂബ് ഫാമിലിയുടെ ഭാഗമാകുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.